നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തെ മകം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. സിംഹരാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ മകം പിതൃക്കളുടെ അധിഷ്ഠാന ദേവതകളാലും കേതുവിൻ്റെ ഭരണത്താലും നയിക്കപ്പെടുന്ന ഒന്നാണ്. 2026 ജനുവരി മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി നിലനിന്നിരുന്ന പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലിൻ്റെയും ആത്മീയവും ലൗകികവുമായ പരിവർത്തനത്തിൻ്റെയും തുടക്കമാണ്. രാജകീയ അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായ മകൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉത്തരായന പുണ്യകാലത്തിൻ്റെ തുടക്കത്തോടെ വലിയ ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത്. ജനുവരി മാസത്തിലെ സംക്രമണങ്ങൾ, പ്രത്യേകിച്ച് സൂര്യൻ്റെ മകരൻ രാശിയിലുള്ള മാറ്റവും കേതുവിൻ്റെ ലഗ്നത്തിലെ സ്വാധീനവും മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും. ജ്യോതിഷ ലോകത്തെ വിദഗ്ധർക്കിടയിൽ 2026 ജനുവരി മാസത്തെ ഗ്രഹനില അതീവ താൽപ്പര്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്ന കാര്യം ജനുവരി രണ്ടാം പകുതിയോടെ മകരൻ രാശിയിൽ സംഭവിക്കുന്ന 4 പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവർ മകരൻ രാശിയിൽ ഒന്നിക്കുന്നത് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 6ാം ഭാവത്തെയാണ് സ്വാധീനിക്കുന്നത്. ഇത് ശത്രുക്കളുടെ മേലുള്ള വിജയത്തെയും രോഗമുക്തിയെയും സൂചിപ്പിക്കുമ്പോൾ തന്നെ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ഫലങ്ങൾ കൈവരിക്കാൻ സാധിക്കൂ എന്ന വസ്തുതയും പണ്ഡിതർ ഉറപ്പു പറയുന്നു. സൂര്യൻ മകരൻ രാശി, ചൊവ്വ മകരൻ രാശി, ബുധൻ മകരൻ രാശി, ശുക്രൻ മകരൻ രാശി, ശനി മീനം അഷ്ടമശനിയായിട്ട്, വ്യാഴം മിഥുനൻ രാശി, കേതു സിംഹം ലഗ്നം ജന്മനക്ഷത്രം. ഇവർ സ്വാധീനം ചെലുത്തുന്ന മേഖലകൾ ഔദ്യോഗിക പദവികൾ, പിതൃസ്വത്ത്, ആത്മവിശ്വാസം, മത്സരങ്ങളിൽ വിജയം, യുക്തിപരമായ തീരുമാനങ്ങൾ, വിനിമയം, ലൗകിക സുഖങ്ങൾ, യാത്രകൾ, തടസ്സങ്ങൾ, ജീവിത പാഠങ്ങൾ, സാമ്പത്തിക നേട്ടം, സൗഹൃദങ്ങൾ, ആത്മീയത, വ്യക്തിത്വ പരിവർത്തനം എന്നിവയൊക്കെയാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ വിന്യാസം സൂചിപ്പിക്കുന്ന മകനക്ഷത്രക്കാർ തങ്ങളുടെ രാജകീയമായ അഹന്തയെ വെടിഞ്ഞ് കഠിനാധ്വാനത്തിന് തയ്യാറാകേണ്ട ഒരു കാലഘട്ടം കൂടിയെന്നുള്ളതാണ്. ലഗ്നത്തിലെ കേതുവും 8ലെ ശനിയും നിങ്ങളെ ആത്മപരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുമ്പോൾ 11ാം ഭാവത്തിലെ വ്യാഴം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും. തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള വിദഗ്ധ വിശകലനം മകൻ നക്ഷത്രക്കാർക്ക് ജനുവരി മാസം സമ്മിശ്രവും എന്നാൽ പുരോഗമനപരമായ ഫലമാണ് നൽകുന്നത്. പാരമ്പര്യമായ നേതൃപാഠമുള്ള മകൻ ജാതകർക്ക് ജനുവരി മാസത്തിന്റെ ആദ്യ പകുതിയിൽ പഴയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിലും തെറ്റുകൾ തിരുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. സർക്കാർ മേഖലയിലോ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ ജനുവരി മധ്യത്തോടെ സാധ്യതയുണ്ട്. മകൻ നക്ഷത്രക്കാർ തങ്ങളുടെ സ്വാഭാവികമായ അധികാര സ്വഭാവം ഓഫീസുകളിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ അസ്വസ്ഥത ഉണ്ടാക്കാതെ നോക്കേണ്ടതാണ്. അഷ്ടമശനി തുടരുന്നതിനാൽ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കുകയും ജോലി സ്ഥലത്തെ രാഷ്ട്രീയം ശ്രദ്ധിക്കുകയും വേണം. ശനി നൽകുന്ന കഠിനമായ പാഠങ്ങൾ നിങ്ങളുടെ കരിയറിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ ശക്തിപ്പെടുത്താനാണ് സഹായിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ മകൻ നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയൊരു മാറ്റം ദൃശ്യമാണ്. പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കുന്നത് ജനുവരിയിലെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൽ നിന്ന് ഗുണകരമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പാരമ്പര്യമായി ലഭിച്ച അറിവോ വസ്തുവകകളോ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ സഹായിക്കും. ജനുവരിയിലെ അനുകൂലമായ ദിവസങ്ങൾ ജനുവരി 1, 5, 11 ഊഹക്കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കുക. ജനുവരി 8, 15, 29 രേഖകൾ കൃത്യമായി പരിശോധിക്കുക. പങ്കാളികളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ജനുവരി 1, 4, 10 ബിസിനസ് ആരംഭിക്കാൻ നല്ല ദിവസങ്ങളാണ്. 11ാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ മകൻ ജാതകർ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കോ വീട് നവീകരണത്തിനോ ആയി വലിയ തുക ചെലവാക്കേണ്ടി വന്നേക്കാം. ദീർഘകാല നിക്ഷേപങ്ങൾക്കായിരിക്കും ഈ മാസം മുൻഗണന നൽകേണ്ടത്. കുടുംബജീവിതത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് ജനുവരി മാസം സ്നേഹം, ഉത്തരവാദിത്തങ്ങളും ഒരുപോലെ കൊണ്ടുവരുന്ന മാസമാണ്. കേതു ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ സ്വയം ഉൾവലിയാനോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിൽ മുഴുകാനോ സാധ്യതയുണ്ട്. ഇത് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളോടുള്ള ദൂരമായി അനുഭവപ്പെട്ടേക്കാം. പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ക്ഷമയും വിവേകവും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തുറന്ന സംസാരത്തിലൂടെ അവ പരിഹരിക്കാനും ശ്രമിക്കണം. കുട്ടികളുടെ ആരോഗ്യത്തിലോ വിദ്യാഭ്യാസത്തിലോ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അവർക്ക് നിങ്ങളുടെ പിന്തുണ വലിയ ആശ്വാസം നൽകും. മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് പിതാവിന് അടുത്തു നിന്നുള്ള അനുഗ്രഹം നിർദ്ദേശങ്ങളും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും വ്യാഴത്തിന്റെ സ്ഥിതി സഹായിക്കുന്നതാണ്. വിവാഹം ആഗ്രഹിക്കുന്ന മകൻ ജാതകർക്ക് അനുകൂലമായ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. ജനുവരി 5, 9, 18, 23 എന്നീ തീയതികൾ വിവാഹ സംബന്ധമായ ചർച്ചകൾക്ക് ഉത്തമമായി പറയുന്നു. ആരോഗ്യകാര്യത്തിൽ 2026 ജനുവരി മകൻ നക്ഷത്രക്കാർക്ക് വലിയ ശ്രദ്ധ ആവശ്യപ്പെടുന്ന മാസമാണ്.
അഷ്ടമശനി, മീനൻ രാശിയിലെ ശനി നിങ്ങളുടെ 8ാം ഭാവത്തെ സ്വാധീനിക്കുന്നതിനാൽ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതോടൊപ്പം ലഗ്നത്തിലെ കേതു മാനസികമായ സമ്മർദ്ദത്തിനും ഇടയാക്കും. ദഹനപ്രശ്നങ്ങൾ, ക്രമരഹിതമായ ആഹാരമാണ്. പരിഹാരം കൃത്യസമയത്ത് ലഘുവായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം ഇത് തൊഴിൽ ഭാരം മൂലം വരാൻ സാധ്യതയുണ്ട്. ധ്യാനം, യോഗ, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും. അപകട സാധ്യത കാരണം അശ്രദ്ധയാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേഗത കുറയ്ക്കുക. നേത്രരോഗങ്ങൾ ഗ്രഹസ്ഥിതി കാരണവും വരാം. കൃത്യമായ ഇടവേളകളിൽ വൈദ്യപരിശോധന നടത്തുക. സെപ്റ്റംബർ നവംബർ കാലയളവ് കൂടുതൽ സെൻസിറ്റീവ് ആണെങ്കിലും ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യപരമായ മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. സൂര്യ നമസ്കാരം ദിനചര്യയുടെ ഭാഗമാകുന്നത് ശാരീരികവും മാനസികവുമായ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കും. വിദ്യാഭ്യാസ രംഗത്ത് മകൻ നക്ഷത്രക്കാരായ കുട്ടികൾക്കും യുവാക്കൾക്കും ജനുവരി മാസം സമ്മിശ്രമായിരിക്കും. കേതുവിൻ്റെ സ്വാധീനം മൂലം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം. എന്നാൽ പരീക്ഷകളിലും മത്സരങ്ങളിലും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച വിജയം ഉറപ്പാണ്. നിയമം, ധനകാര്യം, ഗവേഷണം എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഈ മാസം അതീവ ഗുണകരമാണ്. ഉന്നത പഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവർ ജനുവരി പകുതിയോടെ അപേക്ഷകൾ നൽകുന്നത് വിജയ സാധ്യത വർദ്ധിപ്പിക്കും. സരസ്വതി പൂജ ദിവസം ജനുവരി 23 ഗ്രന്ഥങ്ങളും പഠന ഉപകരണങ്ങളും പൂജിക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മകൻ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ പാരമ്പര്യത്തിലും പിതൃക്കളുടെ അനുഗ്രഹത്തിലും വലിയ വിശ്വാസമുണ്ട്. ജനുവരി മാസത്തിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ചില പരിഹാരങ്ങളുണ്ട്. മകൻ നക്ഷത്രം സിംഹരാശിയിൽ വരുന്നതിനാൽ രാശാധിപനായ സൂര്യനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ദിവസവും രാവിലെ ആദിത്യ ഹൃദയം ജപിക്കുകയോ സൂര്യനെ അർഘ്യം അർപ്പിക്കുകയോ ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കേതുവിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ചതുർത്ഥി ദിവസങ്ങളിൽ ജനുവരി 26 വ്രതം അനുഷ്ഠിക്കുന്നതും ഗണപതിക്ക് കറുകമാല അർപ്പിക്കുന്നതും ഗുണകരമാണ്. മകൻ നക്ഷത്രത്തിൻ്റെ അധീന ദേവതകൾ പിതൃക്കളാണ്. ജനുവരി 18 അമാവാസി ദിവസം പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നത് ഐശ്വര്യം നൽകും. പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ നൽകുന്നതും ആഹാരം നൽകുന്നതും കേതുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മകൻ നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിലെ ഓരോ വിശേഷ ദിവസവും ഓരോ പ്രത്യേക ഫലങ്ങളാണ് നൽകുന്നത്. ജനുവരി 1 വിശേഷം മന്നൻ ജയന്തി, പ്രദോഷം. അനുഷ്ഠിക്കേണ്ട രീതി ശിവക്ഷേത്ര ദർശനം, പാരമ്പര്യത്തോടുള്ള ബഹുമാനം. ജനുവരി 6 സംഘഷഷ്ടി ചതുർത്ഥി, ഗണപതി വ്രതം, വിഘ്ന നിവാരണം എന്നിവയാണ് അനുഷ്ഠിക്കേണ്ടത്. ജനുവരി 13 ഏകാദശി, മഹാവിഷ്ണു ഭജനം, എള്ള് എന്നിവ ദാനം ചെയ്യാം. ജനുവരി 14 മകരസംക്രാന്തി, സൂര്യാരാധന, പുണ്യനദി സ്നാനം എന്നിവ ചെയ്യാവുന്നതാണ്. ജനുവരി 18 അമാവാസി, പിതൃബലി, പ്രാർത്ഥന എന്നിവ ചെയ്യാം. ജനുവരി 23 വസന്ത പഞ്ചമി, സരസ്വതി പൂജ, വിദ്യാരംഭം എന്നിവയ്ക്ക് നല്ലതാണ്. മകരസംക്രാന്തി ദിവസമായ ജനുവരി 14 ഈ വർഷം ഉത്തരായന കാലത്തിന്റെ തുടക്കമായതിനാൽ മകൻ നക്ഷത്രക്കാർക്ക് ആത്മീയമായി ഉണരാനുള്ള ദിവസമാണ്. സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രകൃതിയിലും വ്യക്തികളിലും പുതിയ ഊർജ്ജം നൽകുമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു.